വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ മഹേന്ദ്രനാണെങ്കിൽ ആകെ നിർമ്മലയോട് അങ്ങോട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. എവിടെ പോയടി നിൻ്റെ മകള്, ഒറ്റ രാത്രി കൊണ്ട് തന്തയെ കൊല്ലിക്കുന്ന വരെ പോലെ ആയിപ്പോയല്ലോ നിൻ്റെ പിന്നെ മകള്, ഈ മാണിക്കോത്ത് മഹേന്ദ്രൻ്റെ അവസ്ഥ ഇപ്പോൾ എന്തായി എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് ആകെ ദേഷ്യപ്പെടുകയാണ്. അന്നേരം നിർമ്മല പറയുന്നുണ്ട്, ഇതിൻ്റെയൊന്നും ആവശ്യം വേണ്ടി വരില്ലായിരുന്നല്ലോ, അവളുടെ ഇഷ്ടം നടത്തി കൊടുത്തിരുന്നെങ്കിലെന്ന് ചോദിക്കുകയാണ്. അന്നേരം അതിന് മഹേന്ദ്രൻ രണ്ടാമത് ഒന്നുകൂടി ജനിക്കണമെന്ന് പറഞ്ഞിട്ട് ഇടിയെന്നും പറഞ്ഞങ്ങോട്ട് തുടങ്ങുകയാണ്. അന്നേരം സ്വാമി പറയുന്നുണ്ട്, നമ്മളിങ്ങനെ ബഹളം വെച്ചിട്ട് വഴക്ക് കൂടിയിട്ടും യാതൊരു കാര്യവുമില്ല. ഒരു രാത്രി കടന്നുപോയി, അതുപോലെയല്ല പകല് കടന്നു പോകുന്നത്. കടുത്ത എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുന്നേ അവരെ കണ്ടെത്തണം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരവും നിർമ്മലയോട് മഹേന്ദ്രൻ ദേഷ്യപ്പെടുന്നുണ്ട്, നീ 2 മക്കളെ പെറ്റില്ലേടി, എന്നിട്ട് അതെല്ലാം പരുന്തുംകാലി തൂങ്ങിയതുപോലെ ആയില്ലേ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് സ്വാമിയോട് പറയുന്നുണ്ട്, എല്ലാ സബ് രജിസ്ട്രാർ ഓഫീസിലും നമ്മളുടെ ആളുകൾ പോയി നോക്കണം. കളക്ടർ ചിലപ്പോൾ ഒരുപടി മുന്നിൽ കളിക്കാനായിട്ട് സാധ്യതയുണ്ട്, അതെന്തായാലും തടഞ്ഞേ മതിയാകൂ എന്ന് പറയുന്നുണ്ട്. അന്നേരം സ്വാമി നിർമ്മലയോട് ചോദിക്കുന്നുണ്ട്, ശിവൻകുഞ്ഞിനോട് പറഞ്ഞിട്ട് എന്തായി വല്ല വിവരവും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, എന്തായാലും പെങ്ങളല്ലേ, അവനും ഓടുന്നുണ്ടാവും എന്ന് പറയുമ്പോൾ അവൻ്റെ ഓട്ടപ്പാച്ചിലും അന്വേഷിപ്പൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ എൻ്റെ സംശയം കള്ളൻ കപ്പലിൽ തന്നെയാണോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ആകെ ദേഷ്യപ്പെട്ടിട്ട് പിന്നെ മഹേന്ദ്രനകത്ത് കയറി പോവുകയാണ്. അന്നേരം നിർമ്മല പറയുന്നുണ്ട്, എൻ്റെ സ്വാമി ഇങ്ങനെ കലി തുള്ളിയിട്ട് എന്താ കാര്യം, പോയ മകള് ഇപ്പോൾ തിരിച്ചു വരും തോന്നുന്നുണ്ടോ, എന്തെങ്കിലുമൊക്കെ ചെയ്തല്ലേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് നിർമ്മല ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. അതേസമയം അവിടെ ആ ഒരു ശിവന്റെ റൂമിലാണെങ്കിൽ പിന്നെ ചന്ദ്രയും പിന്നെ പ്രകാശനും ഇരിക്കുന്നുണ്ട്. അന്നേരം എത്ര ധൈര്യമെന്ന് വെച്ചാൽ ഇനി കഥകടച്ചിരിക്കുന്നത്, എനിക്കാകെ പേടിയാവുന്നു പ്രകാശൻ എന്നിങ്ങനെ ചന്ദ്ര പറയുമ്പോൾ, നിന്റെ ഏട്ടനല്ലേ ആക്കിയിട്ട് പോയത്, എന്തായാലും നമുക്ക് നോക്കാം എന്നിങ്ങനെ പറയുമ്പോൾ ശിവനാണെങ്കിൽ വരുന്നുണ്ട്. വാതിൽ വന്ന് മുട്ടുമ്പോൾ പ്രകാശൻ ആരാന്ന് ചോദിക്കുമ്പോൾ ശിവനാണെന്ന് പറയുന്നുണ്ട്. തുടർന്ന് വാതിൽ തുറക്കുകയാണ്. അന്നേരം ഏട്ടൻ വീട്ടിൽ പോയിരുന്നോ എന്നിങ്ങനെ ചന്ദ്ര ചോദിക്കുകയാണ്. അന്നേരം പോയിരുന്നു, അച്ഛൻ ആകെ ദേഷ്യത്തിലാണ്, നിങ്ങൾ രണ്ടുപേരെയും കണ്ടാൽ തീർക്കുമെന്നൊക്കെ പറയാൻ നടക്കുന്നത്, പ്രത്യേകിച്ച് ഇവനെ എന്നിങ്ങനെ പറയുന്നുണ്ട്. എല്ലാ ദേഷ്യവും ഇപ്പോൾ കളക്ടർ മേഡത്തോട് തീർക്കുന്നത് പോലെയാണ് എന്നിങ്ങനെ ശിവൻ പറയുമ്പോൾ, ശാലിനി ചേച്ചി എനിക്കെൻ്റെ സ്വന്തം കൂടപ്പിറപ്പ് പോലെ തന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ വലിയൊരു ദുരന്തം സംഭവിച്ചപ്പോൾ പിന്നെ ഞാൻ പതറി നിന്നപ്പോൾ എന്നെ ഇതുവരെ കൊണ്ടെത്തിച്ചത് ചേച്ചി തന്നെയാണ്. പഠിത്തം മുടങ്ങിയപ്പോഴും അതൊക്കെ പോട്ടെ, നമുക്ക് ശരിയാക്കാം, പഠിത്തം തുടങ്ങാമെന്നൊക്കെ പറഞ്ഞ് എന്നെ തോളിത്തട്ടി ആശ്വസിച്ചത് അത് വെറും വാക്കല്ലായിരുന്നു. അപ്പോൾ എനിക്ക് പിറക്കാതെ പോയ എൻ്റെ കൂടപ്പിറപ്പ് തന്നെയാണ് ചേച്ചി, എനിക്ക് മറക്കാനൊന്നും കഴിയില്ല എന്നിങ്ങനെ പ്രകാശം പറയുമ്പോൾ, പക്ഷേ ഈ സെൻറ്റിമെൻസ് ഒന്നും അവിടെ അച്ഛൻ്റെ അടുത്ത് വില പോകില്ല. എന്തായാലും നമുക്ക് വരുന്ന വെച്ച് നോക്കാം. ഇതിൽ 2 പേർക്കുള്ള ഭക്ഷണമുണ്ട്, കഴിച്ചിട്ട് പിന്നെ റെഡി ആയിരിക്കും. ഉച്ചയ്ക്ക് ശേഷമാണ് രജിസ്ട്രേഷൻ വെച്ചിരിക്കുന്നത്. അതുവരെ പുറത്തേക്ക് ഇറങ്ങി ആരുടെയും മുന്നിൽ ചെന്ന് ചാടുകയും ചെയ്യരുത്. നിങ്ങൾ 2 പേരുടെയും ഫോട്ടോയും കൊണ്ട് പുറത്തൊക്കെ ആളുകൾ നിൽപ്പുണ്ട്, അപ്പോൾ ഓർമ്മയിൽ വേണം എന്നിങ്ങനെ പറഞ്ഞിട്ട് ശിവൻ ഇരിക്കുകയാണ്. പക്ഷേ പ്രകാശൻ ചന്ദ്രയും ഒക്കെ ആകെ പേടിച്ച് തന്നെയാണ് നിൽക്കുന്നതൊക്കെ. അതിനുശേഷം ശാലിനിയാണെങ്കിൽ ഇങ്ങനെ ഉമ്മർത്ത് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. കുട്ടികൾ പറഞ്ഞത് ഫാദേഴ്സ് ഡേക്ക് ഇങ്ങനെ ആനുവൽ ഡേക്ക് ഇങ്ങനെ അച്ഛമ്മ തന്നെ വരണം, വിഷ്ണു അച്ഛൻ തന്നെ വരണം എന്നൊക്കെ പറഞ്ഞത് പിന്നെ ഓർത്തിങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ പൊന്നിയാണ് ഈ ചായ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അന്നേരം അമ്മയ്ക്ക് കൊടുത്തോ എന്ന് ചോദിക്കുമ്പോൾ സത്യാമ്മയ്ക്ക് കൊടുത്തു. പിന്നെ ശാരദാമ്മ വീട്ടിലേക്ക് പോയി എന്ന് പറയുകയാണ്. അന്നേരം പോയോ, എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ, എന്തോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു, കുഞ്ഞെണീക്കുമ്പോൾ പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട്. അന്നേരം അമ്മ എങ്ങനെ വെറുതെ പോവില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പൊന്നിയോട് ഫോൺ എടുത്തുകൊണ്ട് വരാൻ പറയുമ്പോൾ പൊന്നി അകത്തേക്ക് പോകുന്നുണ്ട്. ഈ സമയത്താണ് അവിടേക്ക് രാമേട്ടനെയും കൂട്ടിക്കൊണ്ട് അനുപല്ലവിയാണെങ്കിൽ എത്തുന്നുണ്ട്. അനുപല്ലവി ആ വെപ്രാളത്തിൽ ഓടിയൊക്കെയാണ് വരുന്നത്. മാഡം മിനിസ്റ്റർ കളക്ടറേറ്റിലേക്ക് വരുന്നുണ്ട്, ഒരു മീറ്റിംഗ് ഉണ്ട്, ഇനിയിപ്പോൾ മാഡത്തിനെ വിളിച്ചിട്ട് കിട്ടിയില്ല, കളക്ടർ അവിടെ ഇല്ലെങ്കിൽ എന്നിങ്ങനെ പറയുമ്പോൾ, അപ്പോൾ മിനിസ്റ്ററൊക്കെ വരുന്നെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യമുള്ള കാര്യമായിരിക്കുമല്ലോ, ഇനി കളക്ടർ വന്നില്ല എന്നുള്ള പരാതി വേണ്ട, ഞാൻ വരാം, അതിന് കയറിയിരിക്കുക എന്ന് പറയുകയാണ്. അതിനുശേഷം ശാലിനി അകത്തേക്ക് കയറാനായിട്ട് തുടങ്ങുമ്പോൾ പിന്നെ മഹേന്ദ്രൻ വരുന്നുണ്ട്. മഹേന്ദ്രൻ്റെ വണ്ടി വന്ന് നിൽക്കുമ്പോൾ ശാലിനിക്കാണെങ്കിലും മഹേന്ദ്രനെ അറിയില്ല. അന്നേരം കളക്ടർ ശാലിനി വിഷ്ണു എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഞാനാണ് എന്താന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരമാണെങ്കിൽ മഹേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ മാണിക്കോത്ത് നിന്നാണ്, മഹേന്ദ്രൻ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അനുപല്ലവിയും രാമേട്ടനും ഒക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അപ്പോൾ ജില്ല ഭരിക്കുന്ന കളക്ടറാണെങ്കിൽ പോലീസ് സേനകൾക്കും ഒക്കെ അങ്ങോട്ട് ഓർഡറൊക്കെ കൊടുത്ത് ഇരുന്ന് ക്രമസമാധാനമൊക്കെ പാലിക്കേണ്ട ആളല്ലേ, എന്നിട്ടിപ്പോൾ വേലി തന്നെ വിളവ് തിന്നുകയാണല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ മനസ്സിലായില്ല എന്നിങ്ങനെ ശാലിനി പറയുകയാണ്. അന്നേരം മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒരു ചോദ്യം കൂടി എനിക്ക് ചോദിക്കാനുള്ളൂ, എൻ്റെ മകൾ എവിടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരവും ശാലിനി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അകത്തുനിന്ന് പൊന്നിങ്ങനെ ഫോണുമായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ പുറകെ സത്യഭാമ വരികയാണ്. അന്നേരം എടോ, തൻ്റെ മകൾ എവിടെയാണെന്ന് ഇവിടെയാണോടോ ചോദിക്കേണ്ടത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മഹേന്ദ്രനാണെങ്കിൽ ഓടി അകത്തേക്ക് ഇങ്ങോട്ട് കയറുന്നുണ്ട്. അന്നേരം പിന്നെ അല്ലാതെ ഞാൻ എങ്ങോട്ടാണ് ചോദിക്കേണ്ടത്, എൻ്റെ മോളെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയിരിക്കുകയാണ് കളക്ടറുടെ മാനസപുത്രൻ, ദത്തുപുത്രൻ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശാലിനിക്ക് ആ ഒരു ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. കളക്ടർ ചെലവൊക്കെ കൊടുത്ത് വളർത്തി വലുതാക്കിയവനാണെങ്കിൽ എൻ്റെ മോളെയും കൊണ്ടാണ് പോയിരിക്കുന്നത്. അത് പിന്നെ എനിക്ക് സംശയം ഇതിനകത്ത്
അവരെ ഒളിപ്പിച്ചിട്ടുണ്ടോ എന്നാണെന്ന് പറയുമ്പോൾ സത്യഭാമ പറയുന്നുണ്ട്, ഇതെൻ്റെ വീടാണ്, ഇവിടെ ഞാൻ പറയാതെ ഒന്നും സംഭവിക്കില്ല, ഞാൻ അറിയാതെ ഒന്നും സംഭവിക്കില്ല, അത് കൂടുതലാണെങ്കിൽ താൻ കൊണ്ട് കേസ് കൊടുക്കണമെന്ന് പറയുമ്പോൾ കേസ് കൊടുക്കാനോ ഈ മഹേന്ദ്രനോ അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യവുമില്ല, ഇനി രണ്ടുപേരും ഇവിടെ ഉണ്ടെങ്കിൽ രണ്ടുപേരെയും ഞാൻ തീർത്ത് കളയും എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, ജില്ലാ കളക്ടർ ഇത് ഭീഷണിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അച്ഛൻ്റെ ഒരു അവകാശമാണ്, സ്വന്തം മകളെ കാണാത്തത് കൊണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്, അല്ലാതെ കുടുംബവും പിന്നെ തറവാടും ഒക്കെ ഉള്ള ഒരുത്തനെ വിവാഹം കഴിച്ചു കൊടുക്കുന്നത് എൻ്റെ ഒരു ആഗ്രഹവും അത് അവകാശവും ഒക്കെ തന്നെയാണ്. പക്ഷേ പുറമ്പോക്കിലുള്ള ഒരുത്തനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനായിട്ട് ഞാൻ തയ്യാറല്ല, ഓർത്തോ, അങ്ങനെ സംഭവിച്ചാൽ ഞാൻ രണ്ടിനെയും തീർക്കും എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, ഒരു ജില്ലാ കളക്ടറുടെ മുന്നിൽ വെച്ചാണ് ഇങ്ങനെയൊക്കെ വെല്ലുവിളിക്കുന്നതെന്ന് ഓർമ്മ വേണം, ഇതിൻ്റെ വരും വരായ്കളൊക്കെ തനിക്ക് അറിയാമോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്, ഒന്നിനും എന്നെ തടയാനായിട്ട് അങ്ങോട്ട് സാധിക്കില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് ശിവൻ ഇങ്ങനെ ബൈക്കിൽ ഇങ്ങനെ വരുന്ന ആ ഒരു സീൻ കാണിക്കുന്നുണ്ട്. അന്നേരം സ്വന്തം അച്ഛനെ വരെ ഒറ്റിക്കൊടുക്കുന്ന മകനാണ് ദേ വന്ന് നിൽക്കുന്നത് ഇങ്ങനെ പറയുമ്പോൾ ശിവൻ ആദ്യം മഹേന്ദ്രൻ്റെ കാറേ കാണുന്നുള്ളൂ, പിന്നെ ഇങ്ങനെ മുറ്റത്തോട്ട് വരുമ്പോഴാണ് മഹേന്ദ്രൻ്റെ അകത്ത് നിൽക്കുന്നത് കാണുന്നത്. എന്നിട്ട് പിന്നെ അപ്പോൾ ശിവനകത്തേക്ക് വന്ന് കയറി അച്ഛനെ ചതിക്കുന്ന മകൻ എന്നൊക്കെ ഇങ്ങനെ മഹേന്ദ്രൻ പറയുമ്പോൾ ഭാമയും ശാലിനിയൊക്കെ ഇങ്ങനെ ശിവനെ തന്നെ നോക്കുന്നുണ്ട്. അന്നേരം ശിവൻ പറയുകയാണ്, മക്കളെ ജനിപ്പിച്ചാൽ മാത്രം പോരാ, അവരുടെ മനസ്സറിയണം, സ്നേഹം അറിയണം എന്ന് പറയുകയാണ്. ചന്ദ്രയ്ക്ക് ഇഷ്ടം ആ പ്രകാശന് അവന് തന്നെയാണ് ഇഷ്ടം, അപ്പോൾ അവരുടെ വിവാഹം നടത്തി കൊടുക്കുകയല്ലേ വേണ്ടെന്ന് പറയുകയാണ്. അന്നേരം മഹേന്ദ്രൻ ഒന്നുകൂടി ജനിക്കണമെന്ന് പറഞ്ഞ് കുറേ വെല്ലുവിളികളൊക്കെ മഹേന്ദ്രൻ അങ്ങോട്ട് പറയുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം സത്യഭാമ പറയുന്നുണ്ട്, ഇവിടുന്ന് ഇനി ഒരക്ഷരം താൻ വേണ്ടിയാൽ ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറയാത്തത് എൻ്റെ ഒരു മര്യാദയാണെന്ന് പറയുമ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ മര്യാദയുടെ ഭാഷയിലാണ് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇതാണോ തൻ്റെ മര്യാദ, ഇത് കുടുംബവും കുട്ടികളും ഒക്കെ ആയിട്ട് താമസിക്കുന്ന വീടാണ്, ഇതാണ് തൻ്റെ മര്യാദ എങ്കിൽ ഞാനും നടപടി നോക്കുമെന്ന് നിൽക്കണേ ഭാമയൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അതിന് ശേഷമാണെങ്കിൽ ഇനി പിന്നെ നിനക്ക് എങ്ങനെ ഇങ്ങനെ ചതിക്കാനായിട്ട് തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ ശിവനോട് ചോദിക്കുന്നുണ്ട്. ഞാൻ നിനക്ക് 1 മണിക്കൂർ സമയം തരും, അതിനുള്ളിൽ ചന്ദ്ര വീട്ടിലെത്തിയിരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് മഹേന്ദ്രൻ അങ്ങോട്ട് പോകാനായി തുടങ്ങുമ്പോൾ അകത്ത് നിന്ന് പിന്നെ രാഘവൻ നായരാണെങ്കിൽ എന്നും പറഞ്ഞ് ഓടിക്കൊണ്ട് വരികയാണ്. അതിനു മുന്നേ ശാലിനിയെ മഹേന്ദ്രൻ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്, ദത്തുപുത്രനാണെങ്കിൽ ദത്തനുജൻ്റെ ജീവന് വേണ്ടി അങ്ങോട്ട് പ്രാർത്ഥിച്ചോ, പിന്നെ കാലഭൈരവൻ്റെ കഴകളിൽ അവൻ്റെ ജീവനെ എടുക്കാതിരിക്കാനായിട്ട് അങ്ങോട്ട് ശ്രദ്ധിച്ചോ, ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല എന്നൊക്കെ ഇങ്ങനെ പ്രകാശനെ ഇല്ലാതാക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് അകത്ത് നിന്ന് പിള്ളയല്ല രാഘവൻ നായർ എന്നും പറഞ്ഞ് ഇറങ്ങി വരുന്നത്. എൻ്റെ വിഷ്ണുവിൻ്റെ പെണ്ണിനെ വഴക്ക് പറയുന്നോടാന്നും പറഞ്ഞ് ഈ മഹേന്ദ്രനെ ഷർട്ടിന് കുത്തി പിടിക്കുമ്പോൾ എല്ലാവരും കൂടി ചേർന്ന് പിടിച്ച് മാറ്റുന്നുണ്ട്, അച്ഛാ വീട് എന്നൊക്കെ പറഞ്ഞ് പിന്നെ ശാലിനിയും രാഘവേട്ടാന്നും പറഞ്ഞ് ഭാമയും സാറേ രാഘവൻ സാറേ എന്നും പറഞ്ഞ് പിള്ളയും ശിവനും ഒക്കെ ചേർന്ന് പിടിച്ചു മാറ്റുകയാണ്. അന്നേരം പിന്നെ മഹേന്ദ്രനൊന്നും ചെയ്യുന്നില്ല. മഹേന്ദ്രൻ ശിവനോട് പറയുന്നുണ്ട്, നിൻ്റെ മുമ്പിൽ വെച്ചാണ് ഇയാളെൻ്റെ പിന്നെ ഷർട്ടിന് കുത്തിപ്പിടിച്ച്, എന്നിട്ട് നീ മിണ്ടാതെ നിന്നല്ലോടാന്ന് പറഞ്ഞിട്ടാണ് നിനക്ക് 2 മണിക്കൂർ സമയം തരും, അതിനുള്ളിൽ ചന്ദ്ര വീട്ടിലെത്തിയിരിക്കണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇറങ്ങാൻ തുടങ്ങുമ്പോൾ വീണ്ടും രാഘവൻ നായരിടാന്നും പറഞ്ഞ് ചെന്നിട്ട് ഈ പിന്നെ മഹേന്ദ്രനെ പിടിക്കാനായിട്ട് അങ്ങോട്ട് പോകുമ്പോൾ മഹേന്ദ്രൻ അങ്ങ് മാറുന്നുണ്ട്, രാഘവൻ നായർ അങ്ങോട്ട് തറയിലേക്ക് വീഴുകയാണ്. അന്നേരം തലയങ്ങോട്ട് ചെന്നിടിക്കുന്നുണ്ട്, ബോധം മറയുന്ന പോലെ. അന്നേരം അച്ഛാന്നും പറഞ്ഞ് ശിവനോട് ചെല്ലുന്നുണ്ട്, ശാലിനി ചെല്ലുകയാണ്, രാഘവേട്ട പറഞ്ഞ് ഭാമ ചെല്ലുന്നുണ്ട്. അന്നേരം പിന്നെ മഹേന്ദ്രൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അച്ഛാന്ന് ശിവൻ വിളിക്കുന്നതൊക്കെ മഹേന്ദ്രനാണെങ്കിൽ ഒട്ടും തീരെ ഇഷ്ടപ്പെടുന്നില്ല. ശിവനാണെങ്കിൽ പൊന്നിയോട് കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വാ എന്നിങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് പൊന്നു പോയി വെള്ളം എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അന്നേരം വെള്ളം കുടയുകയാണ്. പക്ഷേ ഈ സമയത്ത് മഹേന്ദ്രൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷേ ശിവനാണെങ്കിൽ ഈ രാഘവൻ നായരെ നന്നായിട്ട് അച്ഛാന്ന് വിളിക്കുന്നതും പിടിക്കുന്നതും ഒക്കെ ഒട്ടും ഇഷ്ടപ്പെടാതെയാണ്. നിനക്കിഷ്ടം ഇപ്പോൾ വേറെ പലരെയൊക്കെ ആണെന്ന് എനിക്കിഷ്ടം അറിയാമല്ലോ, ഇവൻ എന്നെ ചതിച്ചിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് എന്നൊക്കെ അവിടെ എല്ലാവരോടും ഒക്കെ പറഞ്ഞിട്ടാണ് മഹേന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. കാറിലേക്ക് കയറാൻ നേരവും ശിവനാണെങ്കിൽ രാഘവൻ നായർ എങ്ങനെ സൂക്ഷിക്കുന്ന കയറുന്നതും ഒക്കെ ഇങ്ങനെ നോക്കി ആകെ ദേഷ്യത്തിലാണ് പോകുന്നത്. അന്നേരം വെള്ളം കുടയുമ്പോൾ ബോധം വീഴുന്നുണ്ട്. അന്നേരമാണെങ്കിൽ അച്ഛൻ പിന്നെ എഴുന്നേക്ക്, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, പിള്ളച്ചേട്ടാ അച്ഛനെ വണ്ടിയിലേക്ക് കയറ്റി എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ അനുപല്ലവിയൊക്കെ അവിടെ തന്നെ നിൽക്കുകയാണ്. അനുപല്ലവി പറയുന്നുണ്ട്, അത് മാഡം മിനിസ്റ്ററുടെ മീറ്റിംഗ് എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനിക്ക് പിന്നെ പോകാൻ പറ്റില്ലല്ലോ. അന്നേരം ഭാമ പറയുന്നുണ്ട്, മോള് പൊയ്ക്കോ, പിന്നെ രാഘവേട്ടനെ പിള്ളയും ശിവനും കൂടി കൊണ്ടുപോകും എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശിവനിങ്ങനെ ശാലിനി ഒന്നല്ല നോക്കുന്നുണ്ട്, പക്ഷേ ശാലിനി ആകെ ദേഷ്യത്തിൽ തന്നെയാണ്. എന്നിട്ട് രാഘവൻ നായർ പിന്നെ എനിക്ക് എൻ്റെ മോനെ കൊണ്ടുപോയി, വിഷ്ണു എവിടെയാടാന്ന് ചോദിക്കുമ്പോൾ ഞാനിവിടെ ഉണ്ട് അച്ഛാ എന്നിങ്ങനെ ശിവൻ പറയുകയാണ്. അപ്പോൾ രാഘവൻ നായർ വന്നിട്ട് എൻ്റെ മോൻ കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞു, മോനെന്നും പറഞ്ഞു ശിവനെ അങ്ങ് കെട്ടിപ്പിടിച്ച് കരയുകയാണ്. പക്ഷെ അതൊക്കെ ഇങ്ങനെ ദേഷ്യത്തോടെ ശാലിനി നോക്കി നിൽക്കുകയാണ്.
ഇതേസമയം ശാരദാമ്മയാണെങ്കിൽ ഓട്ടോയിൽ കുടുംബശ്രീ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അന്നേരം അവിടെ മുറ്റം തൂത്തുകൊണ്ട് നിൽക്കുകയാണ് ശ്യാമയാണെങ്കിൽ. ശാരദാമ്മ ഇങ്ങനെ ആകെ വിഷമത്തിൽ ആ ഒരു വിഷ്ണുവിൻ്റെ ചിതാഭസ്മം അടങ്ങുന്ന ആ ഒരു സഞ്ചിയാണെങ്കിൽ ശാരദാമ്മയുടെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ശാരദാമ്മ അതും കൊണ്ട് അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ശ്യാമ പറയുകയാണ്, അമ്മയൊന്ന് നിന്നേ, ഇതിപ്പോൾ എന്തിനുള്ള വരവാണ്? ഇവിടെ നിൽക്കാൻ വേണ്ടി തന്നെയാണോ? നമ്മുടെ കാര്യങ്ങൾ നോക്കാനാണോ? അത് വെറുതെ വന്നു പോകാനാണോ എന്ന് ചോദിക്കുമ്പോൾ ശാരദാമ്മ ഒന്നും മിണ്ടുന്നില്ല. എന്നിട്ട് അങ്ങ് പോകാൻ തുടങ്ങും. വീണ്ടും ശ്യാമ ഇങ്ങനെ പിടിച്ചു നിർത്തുകയാണ്. എന്താ, ഞങ്ങളോട് ആരോടും മിണ്ടരുതെന്ന് അമ്മയുടെ കളക്ടർ മോളുടെ ഉത്തരവുണ്ടോ? അതൊക്കെ പറഞ്ഞിട്ടാണോ? ഞങ്ങളൊന്നും മക്കളല്ലേ എന്നൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ ഒരക്ഷരം മിണ്ടാതെ ശാരദാമ്മയാണെങ്കിൽ അങ്ങ് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അന്നേരം ശാരിക ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം എന്താ ശ്യാമയും ചോദിക്കുമ്പോൾ, അമ്മ എന്താ അങ്ങനെ പോയി ചോദിക്കുമ്പോൾ, ഒന്നും അറിയില്ല, ഒന്നും ചോദിച്ചിട്ട് ഒന്നും മിണ്ടിയില്ല എന്ന് പറയുകയാണ്. അന്നേരം ഇതിപ്പോൾ എന്തിനാ രണ്ട് തിരിവ് കാണിക്കുന്നതെന്ന് എന്തായാലും നമുക്കറിയണം, വാ ചോദിച്ചു നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് ശ്യാമയും വിളിച്ചുകൊണ്ട് ശാരദാമ്മയല്ല ശാരിക അകത്തേക്ക് വരികയാണ്. ഇതേസമയം അകത്തേക്ക് പോയ ശാരദാമ്മയാണെങ്കിൽ റൂമിൽ കയറിയിട്ട് മുറി അകത്തുനിന്ന് കുറ്റിയിടുന്നുണ്ട്. എന്നിട്ട് ആ ഒരു കവർ മാറ്റിയിട്ട് ആ ഒരു ചിതാഭസ്മം അലമാര തുറന്നിട്ട് അതിൽ ആ തുണികൾക്കിടയിലേക്ക് വയ്ക്കുകയാണ്. എന്നിട്ട് ശാരദാമ്മ അവിടെ നിന്ന് തന്നെ സങ്കടം ഇങ്ങനെ പറയുന്നുണ്ട്, മോനെ വിഷ്ണു, ഇതിപ്പോൾ അവളുടെ അടുത്തിരുന്നാൽ അവളുടെ മനസ്സ് തന്നെ കൈവിട്ട് പോകും. അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങ് കൊണ്ടുവന്നത്. അവൾക്കിനി അവൾ മാത്രമേ ഉള്ളൂ, അവൾ കുട്ടികൾക്ക് വേണ്ടി ജീവിക്കണം എന്നുള്ളതാണ് അവളിന് ചെയ്യേണ്ടത്. നിൻ്റെ ഓർമ്മകളിൽ നിന്നും പൂർണ്ണമായിട്ട് അവളെ അടർത്തിയെടുക്കാനായിട്ട് സാധിക്കില്ല, പക്ഷെ അങ്ങനെ ചെയ്തേ കഴിയുകയുള്ളൂ. ഞാൻ വലിയൊരു ഉത്തരവാദിത്തമുള്ള ജോലിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. പക്ഷെ അവളും കുട്ടികളും മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിയാൻ മാത്രമേ അവളുടെ ജീവിതം ഇനി മുന്നോട്ട് പോവുകയുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ട്. എന്നിട്ട് കണ്ണീരൊക്കെ തുടച്ചിട്ട് ആ തുണികൾ വെച്ചിരിക്കുന്ന ഇടയിൽ അത് വെച്ചിട്ട് അലമാരി പൂട്ടുകയാണ്. എന്നിട്ട് അപ്പോൾ ഈ ശാരികയും ശ്യാമയും കൂടി അവിടത്തേക്ക് എത്തുന്നുണ്ട്. അന്നേരം ഇതെന്താ അമ്മ ഇപ്പോൾ അകത്തുനിന്ന് മുറി പൂട്ടിയിരിക്കുന്നത്? അതിനകത്തിപ്പോൾ എന്താണെന്നിങ്ങനെ ശ്യാമ ചോദിക്കുമ്പോൾ, എന്തെങ്കിലും കാട്ടട്ടെ, ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞ് ശാരികയാണെങ്കിൽ ശ്യാമയെ വിളിച്ചുകൊണ്ടങ്ങ് മാറുന്നുണ്ട്. അതിനുശേഷം ശാരദാമ്മ റൂം തുറന്ന് ഇറങ്ങിയതിന് ശേഷം ആ മുറി പൂട്ടുകയാണ് ചെയ്യുന്നത്. താക്കോലിട്ട് പൂട്ടുന്നതൊക്കെ അപ്പുറത്തെ ജനലിൻ്റെ കൂടി നിന്നിട്ട് ശ്യാമയും ശാരികയും കൂടി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അന്നേരം ഇതെന്താ അപ്പം അമ്മ മുറി പൂട്ടുന്നത്? അതിനകത്ത് വല്ല നിധിയും കൊണ്ടുവച്ചിട്ടുണ്ടോ എന്നിങ്ങനെ ശ്യാമ ചോദിക്കുകയാണ്. അന്നേരം ചിലപ്പോൾ കാണും, കളക്ടർ മോൾ കൊടുത്തുവിട്ട ചിലപ്പോൾ വിലപിടിപ്പുള്ള രേഖകൾ വല്ലതും കാണും എന്നിങ്ങനെ ശാരികയും പറയുന്നുണ്ട്. എന്നിട്ട് ശാരദാമ്മയാണെങ്കിൽ പക്ഷെ അവരെയൊന്നും കാണുന്നില്ല. പൂട്ടിയിട്ട് മുറിയും പൂട്ടിയ താക്കോലും കൊണ്ടങ്ങ് അപ്പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ശ്യാമയും ശാരികയും കൂടി ആ പൂട്ടിയ മുറിയുടെ വാതിൽ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്, കുറച്ച് മാറിയുന്ന. ഇതേസമയം രേഷ്മയാണെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. ആ ഒരു ശിവൻ്റെ ഹാർട്ട് മാറ്റി വെച്ച ആ ഒരു ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് എത്തുന്നത്. പപ്പിയൊക്കെ അവിടെ അഡ്മിറ്റ് ആയിരുന്നല്ലോ, അവിടേക്ക് തന്നെ എത്തുന്നുണ്ട്. എന്നിട്ട് ഒരു പരിചയമുള്ള നഴ്സിനെ ഫോൺ ചെയ്യുന്നുണ്ട്. മുകുന്ദൻ്റെ ചേച്ചിയല്ലേ എന്ന് പറഞ്ഞ് ഫോൺ ചെയ്യുകയാണ്. അന്നേരം ഞാനിവിടെ എത്തി, എവിടെയാ വരേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ആ നേഴ്സാണെങ്കിൽ രേഷ്മയെ കാണുന്നുണ്ട്. അന്നേരം ഞാൻ ഇവിടെ ഉണ്ട്, കണ്ടു എന്ന് പറഞ്ഞ് അവർ ചെന്ന് സംസാരിക്കുന്നുണ്ട്. അന്നേരം ഡോക്ടറെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം ഡോക്ടറെ കാണാനുള്ളൊരു സംവിധാനം ഞാൻ ചെയ്തു തരാം, ബാക്കിയൊക്കെ ചോദിച്ചറിയണം, രേഷ്മയുടെ മിടുക്ക് പോലെ ഇരിക്കുമെന്ന് പറയുകയാണ്. തുടർന്ന് ഡോക്ടർ ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആ നേഴ്സ് വന്ന് പറയുന്നുണ്ട്, ഡോക്ടർ ഇപ്പോൾ ഫ്രീ ആണ്, കയറി കണ്ടോളൂ എന്ന് പറയുകയാണ്. തുടർന്ന് രേഷ്മയാണെങ്കിൽ ആ ഡോക്ടറുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. ആ ശിവന് ഹാർട്ടിൻ്റെ സർജറി ചെയ്ത ആ ഒരു ഡോക്ടറുടെ അടുത്തേക്ക് തന്നെയാണ് ചെല്ലുന്നതൊക്കെ. എന്നിട്ട് അതിന് മുന്നേ പിന്നെ രേഷ്മ അവിടെ നേഴ്സിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ വിഷ്ണുവിൻ്റെ ഫോട്ടോ ഇങ്ങനെ മൊബൈലിലെടുത്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് ശാലിനി പറഞ്ഞത് ഓർമ്മിക്കുകയാണ്, മറ്റ് അവയവങ്ങൾ കൊടുത്തത് ആരെയാണെന്ന് കണ്ടില്ലെങ്കിലും ഹൃദയം മാറ്റി കൊടുത്തത് ആർക്കാണെന്നൊന്ന് അറിയണം എന്നിങ്ങനെ ശാലിനി കരഞ്ഞുകൊണ്ട് പറഞ്ഞത് രേഷ്മ ഇങ്ങനെ ഓർമ്മിക്കുന്നുണ്ട്. അതിനുശേഷം ഡോക്ടറുടെ ക്യാബിനിലേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം എന്താ ആവശ്യമെന്ന് ചോദിക്കുമ്പോൾ രേഷ്മ ആ ഫോണിൽ വിഷ്ണുവിൻ്റെ ഫോട്ടോ എടുത്ത് കാണിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, കുറച്ച് നാൾ മുമ്പ് ഇവിടെ ഒരു ഹാർട്ടിൻ്റെ സർജറി നടന്നില്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം അതിന് എന്തെങ്കിലും ഡോക്ടർ ചോദിക്കുമ്പോഴാണ് ഈ ഫോട്ടോ എടുത്ത് കാണിച്ചിട്ട് പറയുന്നത്, ഹൃദയം കൊണ്ടുവന്നത് മധുരയിലെ ഹോസ്പിറ്റലിൽ നിന്നാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട് വിഷ്ണുവിൻ്റെ ഹാർട്ടാണ് കൊണ്ടുവന്നതെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആയിരിക്കാം, ചിലപ്പോൾ അല്ലായിരിക്കാം എന്നിങ്ങനെ ഡോക്ടറിന് അപ്പോൾ ആകെപ്പാടെ അങ്ങോട്ട് സംശയം വരികയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് വിഷ്ണുവിൻ്റെ വീട്ടുകാർക്കൊന്നും അറിയില്ലായിരുന്നു, ഈ അടുത്തിടയ്ക്കാണ് വിഷ്ണുവിൻ്റെ ഭാര്യ അറിഞ്ഞത്. അപ്പോൾ ഹൃദയം കൊടുത്തത് ആർക്കാണെന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹം പിന്നെ വിഷ്ണുവിൻ്റെ വീട്ടുകാർക്കുണ്ട്. ഡോക്ടർക്ക് എന്നെ എങ്ങനെയെങ്കിലും സഹായിക്കാൻ കഴിയുമെന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇമ്പോസിബിൾ, അതൊരിക്കലും സാധിക്കില്ല, അവയവദാനം എന്ന് പറയുന്നൊരു ദാനം തന്നെയാണ്, പക്ഷെ അത് മഹാദാനം തന്നെയാണ്. അത് സ്വീകരിച്ച് കൊടുത്ത ആളിൻ്റെ കുടുംബത്തിനും സ്വീകരിച്ച ആളിൻ്റെ കുടുംബത്തിനും പരസ്പരം അറിയിക്കുകയില്ല. അത് നമ്മുടെ എത്തിക്സിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. പിന്നീട് അത് ചിലപ്പോൾ
സ്വീകരിച്ച ആളുമായിട്ട് കൊടുത്ത വീട്ടുകാർക്ക് ചിലപ്പോൾ വൈകാരികമായിട്ട് ചില ബന്ധങ്ങളൊക്കെ ഉണ്ടാകും, ചിലപ്പോൾ പണത്തിൻ്റെ പേരിൽ ചില ഇഷ്യൂസും അതൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് അതൊന്നും ആരോടും പറയില്ല എന്ന് പറയുമ്പോൾ ഡോക്ടർ പ്ലീസ് എന്നൊക്കെ ഇങ്ങനെ രേഷ്മ ചോദിക്കുന്നുണ്ട്. അന്നേരം പറ്റില്ല, പ്ലീസ് ഗോ എന്നിങ്ങനെ പറഞ്ഞിട്ട് രേഷ്മ ഒഴിവാക്കാനായിട്ട് ഡോക്ടർ എന്തൊക്കെയോ ഫയലൊക്കെ എടുത്ത് മറിച്ചൊക്കെ നോക്കി മുഖം കുനിച്ചങ്ങിരിക്കുകയാണ്. അന്നേരം രേഷ്മ അങ്ങ് എഴുന്നേൽക്കുന്നുണ്ട്, എന്നിട്ട് അങ്ങ് ഇറങ്ങുകയാണ്. അന്നേരം വാതിൽക്കൽ എത്തുമ്പോഴും നോക്കുന്നുണ്ട് ഡോക്ടറെ, പക്ഷേ ഡോക്ടർ ഒരു തരത്തിലും പറയില്ല എന്ന് തന്നെയാണ്. രേഷ്മ പോയ ശേഷം ഡോക്ടർ ആലോചിക്കുന്നുണ്ട്, അന്നാണെങ്കിൽ ശിവൻ്റെ ഹാർട്ടിൻ്റെ സർജറി നടത്തിയിരുന്നു, അപ്പോൾ ശിവൻ അറിയാതെയാണ് ആ ഒരു സർജറി അവിടെ ചെയ്തത്. മഹേന്ദ്രനാണെങ്കിൽ ഡോക്ടറോട് പറഞ്ഞിരുന്നു ഒരിക്കലും ഇത് അവൻ അറിയരുതെന്ന് പറയുമ്പോൾ അതൊന്നും ഞങ്ങൾക്ക് പേഷ്യൻറ്റിനെ അറിയിക്കാതെ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല എന്നിങ്ങനെ ഡോക്ടർ പറയുമ്പോൾ അത് അറിഞ്ഞാൽ അവൻ്റെ ജീവൻ തന്നെ വേണ്ടെന്ന് വയ്ക്കും, അതുകൊണ്ടാണ് എന്നിങ്ങനെ മഹേന്ദ്രൻ കരഞ്ഞു പറയുമ്പോഴാണ് ഡോക്ടർ അങ്ങനെ ശിവനെ പോലും അറിയിക്കാതെ ആ ഒരു സർജറി അവിടെ ശിവന് ചെയ്തു കൊടുക്കുന്നത്. അത് ആ സമയം ഡോക്ടർ അവിടെ ആലോചിക്കുന്നുണ്ട്, ഓർമ്മിക്കുന്നുണ്ട്. ഇതേ സമയം മഹേന്ദ്രനാണെങ്കിൽ സമയം കൂട്ടിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ട്. എന്നിട്ട് ആ ഒരു പരാതി റസാക്കിനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം അപ്പോൾ മകളെ കാണാതായിട്ട് ഒരു ദിവസം കഴിഞ്ഞു അല്ലേയും ചോദിക്കുകയാണ്. അന്നേരം അതേന്ന് പറയുന്നുണ്ട്. അന്നേരം അപ്പോൾ ആ പയ്യനൊപ്പമാണ് പോയിരിക്കുന്നതെന്ന് ഉറപ്പുണ്ടോ ചോദിക്കുകയാണ്. അന്നേരം ഇന്നലെ അവനാണെങ്കിൽ എൻ്റെ വീട്ടിൽ വന്നിരുന്നു, അവളെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവനെ ആട്ടി ഇറക്കി വിട്ടു, അപ്പോൾ ആ ഒരു ദേഷ്യത്തിലാണ് അവൻ അവളെയും കൊണ്ട് പോയിരിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരമാണെങ്കിൽ അവൻ്റെ വീട് എവിടെയാണെന്ന് അറിയാമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവന് വീടും കുടുംബവും ഒന്നുമില്ല, ജില്ലാ കളക്ടറുടെ സഹായം കൊണ്ടാണ് പഠിച്ചു വളർന്നത് എന്നൊക്കെ പറയുന്നത് കേട്ടു. അങ്ങനെ ഒരു പുറമ്പോക്കിന് എൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കാനായിട്ട് ഞാൻ തയ്യാറല്ല. റസാഖിന് അറിയാമോ, പിന്നെ അവളുടെ വിവാഹം വരെ ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്, ഞാൻ ആ ചെക്കൻ വീട്ടുകാരോട് എന്ത് പറയും എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് സ്വാമി പറയുകയാണ്, എന്നെ കണ്ടുപിടിച്ച് ഏൽപ്പിച്ചാൽ മാത്രം മതി, അല്ലാതെ വേറൊന്നും ചെയ്യേണ്ട എന്നിങ്ങനെ മഹേന്ദ്രൻ പറയുമ്പോൾ സ്വാമി പറയുന്നുണ്ട്, ആപത്ത് കാലത്ത് സഹായിക്കുന്നവരെ ഒപ്പം കൂട്ടുന്നവരാണ് നമ്മൾ, അതുകൊണ്ട് സാറിനെ ഇപ്പോൾ സഹായിച്ചാൽ പിന്നീട് ഉപകാരം ഉണ്ടാവും എന്നിങ്ങനെ പറയുമ്പോൾ റസാഖിന് അതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഉപകാരമൊക്കെ അവിടെ നിൽക്കട്ടെ, പെൺകുട്ടിയുടെ വിവാഹം നിശ്ചയിച്ചു എന്ന് പറഞ്ഞല്ലോ, അത് പെൺകുട്ടിയുടെ സമ്മതത്തോടു കൂടി തന്നെയാണോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇപ്പോഴത്തെ കാലത്ത് കുടുംബത്തിൽ പിറന്ന ഒരു പെൺകൊച്ചിനെ അവളുടെ സമ്മതത്തോടു കൂടി വിവാഹം ഉറപ്പിക്കാനായിട്ട് പറ്റില്ല. പണമുള്ള വീട്ടിലെ ഒരു പെൺകുട്ടിക്ക് എന്തായാലും ഗതിയില്ലാത്ത ഒരു ഇഷ്ടക്കാരൻ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. ആ ഇഷ്ടത്തിന് പിന്നിൽ രണ്ട് കാര്യങ്ങളുണ്ട്. അവനാണെങ്കിൽ നല്ലൊരു പിന്നെ ആയുഷ്കാലം മൊത്തം ജീവിക്കാനുള്ള വകയും കിട്ടും, പിന്നെ നല്ലൊരു കുടുംബത്തിൽ നിന്ന് പെണ്ണും കിട്ടും. അതുപോലെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ അവനെ പോലുള്ളൊരു പുറമ്പോക്കിന് എൻ്റെ മകളെ കൊടുക്കില്ല, അങ്ങനെ ഒരുത്തന് എൻ്റെ കുടുംബത്ത് വന്ന് കയറണ്ട, അതുകൊണ്ട് അവളെ കണ്ടുപിടിച്ച് തന്നാൽ മാത്രം മതി, അത് റസാഖിന് പറ്റുമെങ്കിൽ അതാണ് ചെയ്യേണ്ടത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരമാണെങ്കിൽ റസാഖിന് ആ ഒരു മഹേന്ദ്രൻ്റെ ആ ഒരു അഹങ്കാരം സംസാരത്തിൽ ദേഷ്യമൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, അപ്പോൾ അറിയാമല്ലോ, പിന്നെ ഞാനും ശിവനും ഒക്കെ ഒന്നിച്ച് പഠിച്ചത് തന്നെയാണ്, അപ്പോൾ ശിവൻ പണ്ടും ഇതേപോലെയൊക്കെ തന്നെ ആയിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ നിർത്തുക എന്നിങ്ങനെ മഹേന്ദ്രൻ പറഞ്ഞിട്ട്, അങ്ങനെ ഒരു മകൻ, ശിവനെ പോലുള്ളൊരു മകൻ എനിക്കിപ്പോൾ ഇല്ല എന്നിങ്ങനെ പറയുകയാണ്. അത്രയും ആകുമ്പോൾ ആ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു അരമണിക്കൂറോളം ഉണ്ടായിരുന്നു ഇന്നത്തെ ഒരു എപ്പിസോഡ്. പിന്നെ അടുത്ത എപ്പിസോഡിൽ എന്തായാലും അവർ പോയി കണ്ടുപിടിച്ച് പിന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.